നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെതിരെ നടക്കുന്നത് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് ഒരു ഇന്ത്യ ഇസ്രായേൽ സംയുക്ത ആക്രമണമായിരിക്കുമോ? അങ്ങനെയാകാൻ സാധ്യതയുണ്ടെന്ന സൂചനകളാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം നൽകുന്നത്. ചൈന അവരുടെ നിർണായകമായ തന്ത്രപ്രധാനമായ അത്യന്താധുനിക ആയുധങ്ങൾ പാകിസ്ഥാന് നൽകുമെന്ന കാര്യം തീർച്ചയാണ്. ചൈനയുടെ പോർവിമാനങ്ങളിൽ ചിലത് ഇപ്പോൾ പാകിസ്ഥാന്റെ എയർഫോഴ്സ് ബേസുകളിലുണ്ട്. ഇന്ത്യയുടെ ഏതാക്രമണവും പാകിസ്ഥാൻ തടുക്കുക ചൈന നൽകുന്ന ആയുധം കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ലോകത്ത് ടെക്നോളജിയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ സഹായവും അവരുടെ ആയുധങ്ങളും വേണ്ടിവരും ഇന്ത്യക്ക് പാകിസ്ഥാനെ കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ. ചൈന ഏതായാലും അവരുടെ ഉറ്റ വ്യാപാര സൈനിക പങ്കാളിയായ പാകിസ്ഥാന് വേണ്ടി നിലകൊള്ളുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ തുർക്കി പോലുള്ള രാജ്യവും പാകിസ്ഥാന്റെ കൂടെ നിലകൊള്ളും. പക്ഷെ തുർക്കി അത്രയ്ക്ക് വലിയ ഒരു സൈനിക ശക്തിയല്ല. എന്നാൽ ചൈന അങ്ങനെയല്ല. ഒരുപക്ഷെ ലോകത്തിലെ ഒന്നാമത്തെ സൈനിക ശക്തി എന്ന് ചൈനയെ വിളിച്ചാലും തെറ്റില്ല. കാരണം ഇന്ത്യയെ കവച്ചു വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയും ആയുധങ്ങളും മിസൈൽ ടെക്നോളജിയും എല്ലാം ചൈനയുടെ കൈവശമുണ്ട്. അവർ ഇത് നിർബാധം പാകിസ്ഥാന് നൽകും. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ആക്രമണം പാകിസ്ഥാനെ നേരെ ഉണ്ടായാൽ ഉറപ്പായിട്ടും ചൈനീസ് ആയുധങ്ങൾ പാകിസ്ഥാന്റെ കൈകളിലെത്തും. പിന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ നേരിടുന്നത് ചൈനീസ് ആയുധങ്ങൾ കൊണ്ടായിരിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ സഹായത്തോടെ പാകിസ്ഥാന്റെ എയർ ബേസുകളും ഭീകരവാദ കേന്ദ്രങ്ങളും ആക്രമിക്കുന്ന ഒരു പദ്ധതി ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം ഇസ്രായേലിന്റെ കയ്യിലെ ആയുധങ്ങൾ വളരെ നൂതനമായ ടെക്നോളജി ഉള്ളവയാണ്. അതുതന്നെയാണ് അമേരിക്കൻ സൈന്യവും ഉപയോഗിക്കുന്നത്, യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. ഇസ്രായേൽ ടെക്നോളജി ലോകത്തിലെ തന്നെ മികച്ച ടെക്നോളജികളിൽ ഒന്നാണ്. എന്തിന് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പോലും പോർവിമാനങ്ങളും മിസൈലുകളും നൽകുന്നത് ഇസ്രായേലാണ്. അതുകൊണ്ട് ഇസ്രായേലിന്റെ സഹായത്തോടെ, ഇസ്രായേലിന്റെ ഒരു അസിസ്റ്റൻസോടെ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ ആ രീതിയിൽ ആക്രമിക്കാനാണ് ഇന്ത്യൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ സൈനിക നേതാക്കൾ ഇക്കാര്യവുമായി ഇസ്രായേലിലെ സൈനിക നേതാക്കളുമായി പലതവണ ഇത്തരം ചർച്ചകൾ നടത്തിയിട്ടുമുണ്ട്. 1999 കാർഗിൽ യുദ്ധകാലത്താണ് ഇസ്രായേലിന്റെ സഹായം ഏറ്റവും കൂടുതലായി ഇന്ത്യക്ക് ലഭിച്ചത്. അന്ന് ഇന്ത്യക്ക് മറ്റ് ടെക്നോളജികളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിമാനങ്ങളുടെയും കപ്പലുകളുടെയും നീക്കങ്ങളൊക്കെ അറിയാൻ കഴിയുന്ന ടെക്നോളജി ഇന്ത്യ അന്ന് വികസിപ്പിച്ചെടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് GPS സിസ്റ്റം, ആകാശത്തുള്ള വിമാനങ്ങളെ അറിയാൻ കഴിയുന്ന GPS സിസ്റ്റം, കരസേനയുടെ മൂവ്മെന്റ് അറിയാൻ കഴിയുന്ന GPS സിസ്റ്റം, കടലിലെ നീക്കങ്ങൾ അറിയാൻ കഴിയുന്ന GPS സിസ്റ്റം, ഇതൊന്നും അന്ന് ഇന്ത്യ പൂർണ്ണമായി വികസിപ്പിച്ചെടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇത്തരം ടെക്നോളജികൾ അന്ന് ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്ക വിസമ്മതിക്കുകയായിരുന്നു. എന്നാൽ ഇസ്രായേലാണ് യഥാർത്ഥത്തിൽ അന്ന് ഈ GPS സംവിധാനം ഇന്ത്യക്ക് കൈമാറിയതും. അങ്ങനെയാണ് ഇന്ത്യൻ സേന ടൈഗർ ഹിൽ എന്ന നിർണായകമായ സ്ഥലം പിടിച്ചെടുക്കുന്നത്. അന്ന് ടൈഗർ ഹിൽ പൂർണ്ണമായും പാകിസ്ഥാന്റെ കീഴിലായിരുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ ഭീകരവാദികളുടെ കയ്യിലായിരുന്നു. ഇസ്രായേൽ നൽകിയ GPS സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭീകരവാദ കേന്ദ്രങ്ങളെ കണ്ടെത്താനും അവയെല്ലാം ബോംബ് ചെയ്ത് നശിപ്പിച്ച് ടൈഗർ ഹിൽ തിരിച്ചു പിടിക്കാൻ, തന്ത്രപ്രധാനമായ ടൈഗർ ഹിൽ തിരിച്ചു പിടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അതിനുശേഷമാണ് ഇന്ത്യ നമ്മളുടെ സ്വന്തം GPS സംവിധാനമായ നാവിക് വികസിപ്പിച്ചെടുത്തത്. ഇപ്പോൾ നാവിക്കിന്റെ സഹായത്തോടെയാണ് ഇന്ത്യ അതിർത്തിയിലെ പാക് സൈനിക നീക്കങ്ങളെല്ലാം ചോർത്തിയെടുക്കുന്നത്. ചൈനീസ് അതിർത്തിയിലും നാവിക്കിന്റെ സഹായത്തോടെയാണ് ചൈനീസ് അതിർത്തിയിലെ ചൈനീസ് ട്രൂപ്പുകളുടെ നീക്കങ്ങളെല്ലാം ഇന്ത്യ ചോർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പാകിസ്ഥാന് നേരെ ഒരു ഡയറക്റ്റ് അറ്റാക്ക്, നേരിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് പൂർണ്ണമായും ഇസ്രായേലിന്റെ സഹായത്തോടെയും ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യയോടുകൂടെയും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ചൈന നിർബാധം പാകിസ്ഥാനെ സഹായിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം തന്ത്രപ്രധാനമായി ചൈനയ്ക്ക് പാകിസ്ഥാൻ അവിടെ നിലനിന്നേ തീരൂ. ചൈനയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും ചൈനയുടെ സൈനിക താല്പര്യങ്ങൾക്കും എല്ലാം പാകിസ്ഥാൻ എന്നുള്ള രാജ്യം അവിടെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാനോടുള്ള നീക്കം വളരെ കരുതിയായിരിക്കും ഇന്ത്യയുടേത്. കാരണം ചൈന സഹായിക്കുമെന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ സമ്പൂർണ്ണ സഹായത്തോടു കൂടിയായിരിക്കും പാകിസ്ഥാനെ കയറി അടിക്കുമെങ്കിൽ ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ സൂചന നൽകുന്നത്.